Hello students, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ബൈ സിംഗിൾ സ്ലിറ്റിലൂടെ ഉണ്ടാവുന്ന ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ആയിരുന്നു. അത് നമ്മൾ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ വരെ കണ്ടു. എങ്ങനെയാണ് ഡിഫ്രാക്ഷൻ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പൊ ഇന്ന് അത് എത്ര നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്റൻസിറ്റി ഈസ് മാക്സിമം ആൻഡ് സെന്റർ, അതിന് നമ്മൾ പറയുന്നത് സെൻട്രൽ മാക്സിമം എന്ന് പറയുന്നു. പിന്നെ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ഉണ്ട്. അങ്ങനെ എല്ലാ പീക്സും ഒരേ ഇന്റൻസിറ്റി അല്ല, ദർ ഇസ് എ വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി. അത് എത്രത്തോളമാണ്, എങ്ങനെയാണ് ആ വേരിയേഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സിംഗിൾ സ്ലിറ്റ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ ആയതുകൊണ്ട് സോഴ്സ് ആൻഡ് ദി സ്ക്രീൻ ആർ അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ഡിഫ്രാക്റ്റിംഗ് എലിമെന്റ്. അത് ചെയ്യുന്നത് നമ്മൾ കോൺവെക്സ് ലെൻസ് പ്ലേസ് ചെയ്തിട്ടാണ് സോഴ്സിനും ഡിഫ്രാക്റ്റിംഗ് എലിമെന്റിന്റെയും ഇടയിൽ, അതേപോലെ ഡിഫ്രാക്റ്റിംഗ് എലിമെന്റിന്റെയും സ്ക്രീനിന്റെ ഇടയിൽ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനിൽ സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിന്റെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഓൺ ദി സ്ക്രീൻ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിസൾട്ടന്റ് ഇന്റൻസിറ്റി കാണണമെങ്കിൽ ഇവിടേക്ക് വരുന്ന ലൈറ്റ് റേസിന്റെ ഇന്റൻസിറ്റി എടുത്തിട്ട് സം ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അവിടെ ഇത് അതേ രീതിയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾക്കറിയാം the slit AB, the wavefront is divided into a large number of sources, small sources ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എ എന്ന് ബി വരെയുള്ള നമുക്കറിയാം ഓപ്പണിംഗ് ആണ്, അവിടെ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് നിൽക്കും. ആ പ്ലെയിൻ വേവ് ഫ്രണ്ടിനെ കുഞ്ഞു സോഴ്സസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത്, അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഉണ്ടാവുന്നത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ റിസൾട്ടന്റ് ഇന്റൻസിറ്റി കാണണമെങ്കിൽ ക്യാൻ ബി ഫൗണ്ട് ബൈ വെക്റ്റർ പോളിഗൺ മെത്തേഡ്. റിസൾട്ടന്റ് ഇന്റൻസിറ്റി ഓൺ ദി സ്ക്രീൻ എങ്ങനെ നമുക്ക് കാണാം? റിസൾട്ടന്റ് വിൽ ബി എന്താണ്, നമുക്ക് അതിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് റേസിന്റെ ഇന്റൻസിറ്റി, ഓരോന്നിന്റെ ഇന്റൻസിറ്റി ആഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെക്റ്റർ പോളിഗൺ മെത്തേഡ് നമുക്കറിയാം, ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് വെക്റ്റർ അഡീഷൻ ഒക്കെ നമുക്കറിയാം. ഇഫ് യു ഹാവ് ടു വെക്ടേഴ്സ് എ ബി, ഇതൊരു വെക്ടർ ആണ്, ഇത് വേറൊരു വെക്ടർ ആണ്, എങ്ങനെയാണെങ്കിൽ ദിസ് ക്ലോസിംഗ് സൈഡ് വിൽ ബി യുവർ റിസൾട്ടന്റ്. ഇതാണ് റിസൾട്ടന്റ് വെക്ടർ ആയിട്ട് വരാം, അല്ലേ? അപ്പൊ ഇത് നമ്മളുടെ എന്താണ്, ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ ആണ്. ഇനി പോളിഗൺ മെത്തേഡ് നമുക്കറിയാം, ഇഫ് യു ഹാവ് മോർ ദാൻ ടു വെക്ടേഴ്സ്, ഒരുപാട് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ആഡ് ചെയ്യുക, അല്ലെ? ഫസ്റ്റ് വൺ A1, അതിന്റെ ഇന്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡ് A1 എടുക്കുക, സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് A2 എടുക്കുക, തേർഡ് വേവ് A3. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ പോളിഗണിനെ ക്ലോസ് ചെയ്യുന്ന സൈഡ് വിൽ ഗിവ് യു ദി റിസൾട്ടന്റ്. അപ്പൊ ഇത് തമ്മിലുള്ള ആംഗിൾ ആണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഫസ്റ്റ് വെക്ടറിന്റെ ഡയറക്ഷനും സെക്കൻഡ് വെക്ടറിന്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ ആണ് φ1. സെക്കൻഡ് വെക്ടറിന്റെ ഡയറക്ഷനും തേർഡ് വെക്ടറിന്റെ ഇതും കൂടെ ഉള്ളതാണ് φ2. പിന്നെ അതേപോലെ തേർഡിന്റെയും ഫോർത്തിന്റെയും ആണ് റിസൾട്ടന്റിന്റെയും ആണ് φ3. അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ആംഗിൾ പറയുന്നത്, φ1, φ2, φ3 എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒരു മെത്തേഡ് നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാം in order to find the resultant intensity on the screen. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല്, ഈ ഒരു എ ബി എന്നുള്ള ഈ ഓപ്പണിംഗിൽ നമ്മൾ കൺസിഡർ ചെയ്യാണ് there are n number of small sources. അപ്പൊ n number of sources ഉണ്ടെങ്കിൽ ആ n number of sources എന്താണ്, ഐഡന്റിക്കൽ സോഴ്സസ് ആണ്. ആ ഐഡന്റിക്കൽ സോഴ്സസിന് സെയിം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകും. ഫസ്റ്റ് വണ്ണിന്റെ ആംപ്ലിറ്റ്യൂഡ് സ്മോൾ എ ആണ് എടുക്കുകയാണ്, സെക്കൻഡ് വണ്ണിന്റെ എന്തായിരിക്കും, സ്മോൾ എ ആയിരിക്കും, തേർഡ് വണ്ണിന്റെ ആയിരിക്കും. അതുപോലെ n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ nth വണ്ണിന്റെതും സ്മോൾ എ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഈ ആംപ്ലിറ്റ്യൂഡ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ടന്റ്, ആൻഡ് ദാറ്റ് റിസൾട്ടന്റ് വിൽ ബി സീൻ ഓൺ ദി സ്ക്രീൻ. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി അതിൽ നമുക്ക് ആംഗിളും അങ്ങനത്തെ പാരാമീറ്റേഴ്സ് ഒക്കെ വരും നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ, വെക്ടർ അഡീഷനിൽ. അപ്പൊ അതിനുവേണ്ടി ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ്സ് ആർ ഈക്വൽ ആൻഡ് ദ ഡിഫറൻസ് ഇൻ ഫേസ് ആർ ഓൾസോ ഈക്വൽ, ദെൻ ദ കർവ് ബിക്കംസ് എ കോഡ് EG ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് R. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ എടുക്കുകയാണ്. ഇഫ് യു ഹാവ് എന്താണ് n number of
number of sources ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ A1 എടുത്തു, സെക്കൻഡ് A2, തേർഡ് A3, ഫോർത്ത് A4, അങ്ങനെ എടുത്തു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാ ഈ ഡോട്ടഡ് ലൈൻസ്. A1, ഇതിപ്പോൾ A1, A2, A3, A4 അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്, AN വരെ. ഓക്കെ, അതാണ് ഇവിടെ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഇത് ഒരുപാട് എണ്ണം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത കുറേ എണ്ണം ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഫോംസ് എ കോഡ്. ഒരു ആർക്ക് പോലെ ഇങ്ങനെ വരും. ഒരു ആർക്ക് പോലെ ഉണ്ടാവുക. ഈ ആർക്ക് എങ്ങനെയാണ്, ഈ ആർക്കിന് ഒരു സർക്കിളിന്റെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ വി വിൽ ഗെറ്റ് എ സർക്കിൾ വിത്ത് സെന്റർ O. ഓക്കെ, ഇപ്പൊ സെന്റർ O ഉള്ള ഒരു സർക്കിൾ കിട്ടും. ആൻഡ് റേഡിയസ് R ആയിട്ട് എടുക്കാം. ഇപ്പൊ ആർക്ക് EG is the amplitudes are equal ആണ് ആംപ്ലിറ്റ്യൂഡ്സ്. അതുപോലെ ഇത് തമ്മിലുള്ള ഫേസും സെയിം ആണ്. A1ഉം A2ഉം തമ്മിലുള്ള, നമ്മളിപ്പോ ഇവിടെ ഫേസ് പറഞ്ഞില്ലേ, A1ഉം A2ഉം തമ്മിലുള്ള ആംഗിൾ ആണ് φ1, A2ഉം A3യുടെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ ഇതാണ് φ2. അങ്ങനെ നമ്മൾ ഡയറക്ഷൻ പറയുന്നുണ്ട്. അപ്പൊ സോറി, A1ഉം A2 അല്ല, ഇത് A1ഉം A2 ഇവിടെ, A1 നമ്മളിവിടെ എടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ഇനീഷ്യൽ വെക്ടർ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എടുക്കുക. ഇവിടെ നമ്മൾക്ക് ഇനീഷ്യൽ വെക്ടറും രണ്ടാമത്തെ വെക്ടറും തമ്മിലുള്ള ഇനീഷ്യൽ വെക്ടർ A1 ആണ്. A1ഉം A2ഉം തമ്മിലുള്ള ആംഗിൾ φ1. ഓക്കെ, പിന്നെ നോക്കൂ, A1ന്റെ ഡയറക്ഷൻ തന്നെയാണ് പിന്നെ എടുക്കുക. A1ഉം പിന്നെ A2, A1 ഡയറക്ഷൻ ആണിത്. A1ഉം A2ഉം തമ്മിലുള്ള ഇത്. പിന്നെ ഇതാണ് ഇതാ A3യും A1ഉം തമ്മിലുള്ളതാണ് φ3. A3 ഡയറക്ഷൻ ആണ് ഇങ്ങനെ. അതുപോലെ A2ന്റെ ഡയറക്ഷൻ ആണ് ഇങ്ങനെ. A2ന്റെ ഡയറക്ഷനും A1 ഡയറക്ഷനും തമ്മിലുള്ളതാണ് ഇവിടെ φ2. ഇവിടെ അതേപോലെ. അപ്പൊ ഈ ഏത് ആംഗിൾ, ഏത് വെക്ടർ ആണോ നമ്മൾ എടുക്കുന്നത്, അത് ആ വെക്ടറും നിങ്ങളുടെ ഇനീഷ്യൽ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് ഈ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സ്ലിറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള എല്ലാ സോഴ്സസും ഐഡന്റിക്കൽ സോഴ്സസ് ആണ്. ആ ഐഡന്റിക്കൽ സോഴ്സസും തമ്മിലുള്ള ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് സെയിം ആണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് നമ്മൾ ഇങ്ങനെ എടുത്ത് പോളിഗൺ മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ട് വരുന്ന ഇങ്ങനെ, റിസൾട്ടന്റ് അല്ല, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ ആർക്ക്. അപ്പൊ ആർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് റിസൾട്ടന്റ് എന്തായിരിക്കും, ഈ ആർക്കിന്റെ ഈ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും കൂടെ യോജിപ്പിച്ച് വരയ്ക്കണ ഈ ഒരു കോഡ് EG ആയിരിക്കും. കോഡ് എന്ന് പറയും നമ്മൾ ഇതിന്. കോഡ് EG will be the resultant. റിസൾട്ടന്റ് കോഡ് EG ആയിരിക്കും. നമ്മൾ ഇതേ തന്നെ ഈ പോളിഗൺ മെത്തേഡ് ഇപ്പൊ ഇങ്ങനെ നമ്മൾ വെക്ടേഴ്സ് വരച്ച് A1 വരച്ചു, A2, A3, A4, പിന്നെ A5, അങ്ങനെ ഒരുപാടെണ്ണം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോളിഗൺ മെത്തേഡിൽ ആദ്യത്തെ വെക്ടറും അവസാനത്തെ വെക്ടറിന്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ അല്ലേ. അപ്പൊ ഇതാണ് ഈ കോഡാണ്. ഇത് EG ആണെങ്കിൽ this code EG is the resultant. നമ്മൾ ഇങ്ങനെ വളഞ്ഞു വരുന്നതിന് പറയുന്നത് ഇതിന് ആർക്ക് EG എന്നാണ്. ആർക്ക് EG ആണ്. സോ ഹിയർ ദിസ് ഇസ് ആർക്ക് EG ആണിത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അപ്പൊ ഇതിന് ഈ ആർക്കിന് ഒരു സർക്കിളിന്റെ ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസ് സ്മോൾ r ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഇനീഷ്യൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ എന്ന് പറയുന്നത് ഇനീഷ്യൽ വെക്ടറും ഫൈനൽ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന A1ഉം ANഉം തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ആ A1ഉം ANഉം തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, A1ന്റെ ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നത് ET ആയിട്ടാണ്. And HG represents the direction of final vector. First vector direction ആണിത് ET, and HG is the direction of the final vector ഇവിടെ. അപ്പൊ ഇവിടെ ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, this angle will be 2phi. 2phi ആയിരിക്കും ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. Let 2phi be the angle between first and the nth amplitude. First and the nth amplitude തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 2phi.
ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു EG is the code that represents the resultant amplitude due to all the wavelengths. എന്താ നമ്മൾ EG എന്ന് പറയുന്ന ഇതാണ് നിങ്ങളുടെ കോഡ്, ഇതാണ് റിസൾട്ടന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ റിസൾട്ടന്റ് കോഡ് EG എന്താന്ന് കാണണം, അതാണ് റിസൾട്ടന്റ്. കോഡ് EG എന്താണെന്നാണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളുടെ റിസൾട്ടന്റ് വാല്യൂ. ഇതൊക്കെ ഞാൻ വായിക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കോഡ് EG നമുക്ക് കണ്ടുപിടിക്കണം. കോഡ് EG വിൽ ബി ദ റിസൾട്ടന്റ്. അപ്പൊ ഇനി നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു ക്ലോസ്ലി ഒബ്സർവ് ദ ജോമെട്രി. അപ്പൊ ഇവിടുത്തെ ഇതിന്റെ നമുക്ക് നമ്മുടെ ഫൈ എന്താന്ന് കാണാം ആദ്യം. 2φ ആണ് ഈ ആംഗിൾ എന്ന് പറഞ്ഞു. 2φ is the angle between the initial first and the last nth amplitude. അത് തമ്മിലുള്ള ആംഗിൾ ആണ് 2φ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും, nth വണ്ണും ഫസ്റ്റ് A1ഉം ANഉം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ആംഗിൾ 2φ ആണ്, ഈ ആംഗിൾ 2φ ആണ്, ഈ ആംഗിൾ φ ആയിരിക്കും. ഈ ആംഗിൾ φ ആയിരിക്കും. ഈ ആംഗിൾ φ ആവുന്ന സമയത്ത് ഇവിടുത്തെ ആംഗിൾ ഇത് φ ആയിരിക്കും, ഇതും φ ആയിരിക്കും. സോ ദിസ് ടോട്ടൽ വിൽ ബി 2φ. ഓക്കെ, അപ്പൊ φ വിൽ ബി ഈക്വൽ ടു എന്താണ്, ആംഗിൾ GEH. GEH എന്ന് പറയുന്നത് GEH, ഈ ആംഗിൾ φ ആയിരിക്കും. ദിസ് ആംഗിൾ വിൽ ബി φ. ഈ ആംഗിൾ φ ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾ φ ആയിരിക്കും. ഈ ആംഗിൾ φ ആവുമ്പോൾ φ is equal to this angle, φ is equal to GEH. GEH φ ആണ്. അപ്പൊ ഇവിടെ this φ is equal to ഏതാണ്, ഈ ആംഗിളിനും ഇവിടെയുള്ള EOG എന്ന് പറയുന്നത് 2φ ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് half of EOG is φ അല്ലേ. സോ φ is equal to angle GEH which is equal to half of EOG. അപ്പൊ EOG എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ് EOG. അപ്പൊ അത് എന്ന് പറയുന്നത് ശരിക്കും 2φ ആണ്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറയാം അല്ലെ. ഇവിടുത്തെ ആർക്ക് എന്താണ്, ആർക്ക് EG ഡിവൈഡഡ് ബൈ റേഡിയസ് R. So this is equal to half into arc EG divided by radius R. So this is equal to half into arc EG എന്ന് പറയുന്നത് നമുക്കറിയാം A1, A2, A3 അങ്ങനെ യോജിപ്പിച്ച് പോയതാണ് അല്ലേ. A4 ഇങ്ങനെയുള്ള കുഞ്ഞു വെക്ടേഴ്സ് യോജിപ്പിച്ചതാണ് ആർക്ക് EG എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് A1 is equal to A2 is equal to A3 is equal to AN is equal to A. എല്ലാത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണ്. അപ്പൊ യു ഹാവ് AN വരെ അല്ലെ. അപ്പൊ ആകെ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും, N times A ആയിരിക്കും. ആർക്ക് EG will be N times A divided by R എന്ന് വരും. N times A because all the small sources has same amplitude that is equal to small a and you have n number of sources. അപ്പൊ നമ്മൾ ആ വേവ് ഫ്രണ്ടിന്റെ n number of sources ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിന് ഓരോന്നിനും സ്മോൾ a ആണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഇതിന്ന് നമുക്ക് φ is equal to എന്ത് കിട്ടി, ഹാഫ് ഇൻറ്റു NA divided by R എന്ന് കിട്ടി. അതിന്ന് 2φ is equal to എന്ത് എഴുതാം, NA by ഇങ്ങനെ 2R is equal to 2R എന്നാണ് നമുക്ക് വേണ്ടത്. 2R is equal to NA divided by 5 എന്ന് എഴുതാം. Okay, this result we need later. 2R is equal to NA by divided by 5 എന്ന് എഴുതാം. Okay, ഇനി റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതുവരെ ആയിട്ടില്ല. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതിപ്പോ നമുക്ക് ഈ ഫൈയും തമ്മിലുള്ള റിലേഷൻ ഒക്കെ ആയിട്ടുള്ളൂ. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കോഡ് EG ആണ്. കോഡ് EG ആണ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. ഇതിനെ ക്ലോസ് ചെയ്യുന്ന സൈഡ് ഈ ഒരു പോളിഗൺ ആണ്. ഇത് ഒരുപാട് വെക്ടേഴ്സിന് ചേർന്നിട്ടാണ് ഈ കോഡ് ഉണ്ടായത്. അതിനെ ക്ലോസ് ചെയ്യുന്നത് EG എന്നുള്ള സൈഡാണ്. സോ കോഡ് EG ആയിരിക്കും നിങ്ങൾ റിസൾട്ടന്റ്. അപ്പൊ അതിനു വേണ്ടി യു ഹാവ് ടു കൺസിഡർ ദി ട്രയാങ്കിൾ OFG.
OFG കൺസിഡർ ചെയ്യണം. OFG കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ FG ഡിവൈഡഡ് ബൈ OG is sin phi. അല്ലെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇത് ടോട്ടൽ 2phi ആണ്. ഇത് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. സോ അതിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാണ് നമ്മൾ എടുക്കുന്നത്? OFG എടുക്കുന്നു. OFG എടുത്തു കഴിഞ്ഞാൽ അതിൽ sin phi is equal to എന്ത് എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് FG ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം. FG ഡിവൈഡഡ് ബൈ OG that is R. ഇതൊന്ന് FG is equal to എന്ത് എഴുതാം? R sin phi എന്ന് എഴുതാം. R sin phi എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ കോഡ് EG എന്ന് പറയുന്നത് EF plus FG ആണ്. ഇതേപോലെ തന്നെയാണ് EF ഉം വരിക. സോ EF is equal to 2FG എന്ന് എഴുതാം. സോ EF will be equal to എന്ത് എഴുതാം? EF is equal to എന്ത് എഴുതാം? 2R sin phi. Sorry, EF is equal to EG ആണ്. 2FG എന്നല്ല. EF is equal to FG ആണ് അല്ലേ? EF ഉം FG യും ഈക്വൽ അല്ലേ? അപ്പൊ ഇവിടെ EF ഉം FG യും ഈക്വൽ ആണ്. സോ ഇതിന് EG എന്ന് പറയുന്നത് എന്താണ്? EG is equal to EF plus FG. അപ്പൊ എന്ത് വരും? R sin phi plus R sin phi എന്ന് വരും. That is equal to 2R sin phi. So code EG എന്ത് വരും? Code EG is equal to 2R sin phi എന്ന് വന്നു. അപ്പോൾ code EG is the resultant amplitude that you can write it as A. അപ്പോൾ A എന്ന് എഴുതാം. A is equal to എന്ത് എഴുതാം? 2R sin phi ആണ്. 2R ന് പകരം നമുക്ക് NA by phi എന്ന് എഴുതാം. So NA by phi into sin phi. Okay, so this is your resultant amplitude. Resultant amplitude നമ്മൾ കണ്ടുപിടിച്ചു. Okay, now you can find out the intensity. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് A is equal to NA by phi sin phi എന്നാണ്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിനെ ഇതിനെങ്ങനെ എഴുതാം? A is equal to NA sin phi divided by phi എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ NA എന്ന് പറയുന്നത് നമുക്കറിയാം A എന്ന് പറയുന്ന ഒരു സോഴ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതിന്റെ n ടൈംസ് ആണ് NA എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് A0 എന്ന് എഴുതാം. A0 is the മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. എല്ലാ ആംപ്ലിറ്റ്യൂഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ you are getting NA. That is the maximum amplitude. If all the vibrations are in phase or initial phase are 0, എല്ലാം സെയിം ഫേസിലാണെങ്കിലല്ലേ maximum amplitude കിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ resultant amplitude will be NA and is the maximum value of amplitude. So you can write it as the amplitude A is equal to എന്ത് എഴുതാം? A0 sin phi by phi എന്ന് എഴുതാം. ഓക്കെ, A0 sin phi by phi. ഇനി നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇന്റൻസിറ്റി കാണാൻ പറ്റും. ഇന്റൻസിറ്റി ഈസ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഇന്റൻസിറ്റി റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ത് വരും? ഇതിനെ സ്ക്വയർ ചെയ്യുക. അപ്പൊ A സ്ക്വയർ I എന്ന് പറയുന്നത് I ആവും. A0 സ്ക്വയർ എന്ന് പറയുന്നത് I0 ആവും. പിന്നെ എന്ത് വരും? സൈൻ സ്ക്വയർ phi by phi സ്ക്വയർ എന്ന് വരും. Okay, sin square phi by phi square. This shows that intensity at any point on the screen is proportional to sin square phi by phi square. അപ്പോൾ sin square phi by phi square എന്നുള്ള ഫംഗ്ഷൻ ആണ് നിങ്ങൾ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്താണ് എന്ന് ഡിറ്റർമിൻ ചെയ്യാം. I0 is the maximum value. അപ്പോൾ ഈ phi എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. phi എന്താന്ന് ഓർത്തിരിക്കണം. ഫൈയുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് കണ്ടുപിടിക്കാം. ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും phi. The path difference between the waves from A and B. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ സ്ലിറ്റിന്റെ ഈ പോയിന്റിൽ നിന്നും വരുന്ന രണ്ട് വേവ്സ് എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് പറയുന്നത് BN is equal to A sin theta നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. A sin theta. അപ്പൊ A sin theta ആണ് പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേവ്സ്. നമ്മൾ ഫേസ് ഡിഫറൻസ് ഇപ്പം ഫ്രം A and B നമ്മൾ കണ്ടു.
ഇവിടെ അതായത് ഇനീഷ്യൽ ഡയറക്ഷനും ഫൈനൽ ഡയറക്ഷനും തമ്മിലുള്ള ഇനീഷ്യൽ സോഴ്സ് എന്നുള്ള ആംപ്ലിറ്റ്യൂഡും ഫസ്റ്റ് സോഴ്സ് എന്നുള്ള ആംപ്ലിറ്റ്യൂഡും ഏറ്റവും ലാസ്റ്റ് സോഴ്സ് എന്നുള്ള ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് 2π ആണ്. അപ്പൊ 2π ആണ് നമുക്കറിയാം. അപ്പൊ 2π ആണ് എങ്കിൽ നമുക്കറിയാം ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ. ഫേസ് ഡിഫറൻസ് is equal to 2π by lambda into path difference ആണ്. ഓക്കെ, അപ്പൊ ഫേസ് ഡിഫറൻസ് 2π ആണ്. 2π is equal to 2π by lambda. ഫേസ് ഡിഫറൻസ് നമുക്ക് കണ്ടിട്ടുണ്ട് a sin theta എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. സോ ദിസ് ഈസ് ദ റിലേഷൻ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ കേട്ടോ. 2π is equal to 2π by lambda a sin theta. അപ്പൊ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മാക്സിമം വാല്യൂ നമുക്കറിയാം I0 ആണ്. ബാക്കിയുള്ള നമുക്ക് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇന്നലെ കണ്ടു. ഒരു മാക്സിമം പിന്നെയുള്ള എന്താണ് ഇന്റൻസിറ്റി മാക്സിമത്തിനെക്കാളും കുറവാണ് അല്ലെ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു സെയിം ഇന്റൻസിറ്റി അല്ല എല്ലാ സ്പോട്സിനും. സെൻട്രൽ മാക്സിമം പിന്നെ കുറഞ്ഞു വരുന്ന മാക്സിമംസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അതെങ്ങനെയാ വരുന്നത് നോക്കാം. വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി വിത്ത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. അപ്പൊ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് തീറ്റയാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫൈ എന്നുള്ള ഫാക്ടറിലാണ്. ഈ ഫൈ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്രാക്ഷൻ ആംഗിൾ ആണ്. ദിസ് ഈസ് ദ ഡിഫ്രാക്ഷൻ ആംഗിൾ. ഡിഫ്രാക്ഷൻ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ എന്നൊക്കെ പറയും. ഡിഫ്രാക്ഷൻ ആംഗിളിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. വെൻ തീറ്റ is equal to 0 and phi equal to 0. തീറ്റ ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് ഇവിടെ സൈൻ 0 വരും. സൈൻ 0 കഴിഞ്ഞാൽ ഫൈ 0 വരും. സോ തീറ്റ 0 ആകുമ്പോൾ ഫൈ 0 വരും. നിങ്ങൾ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് I ഈക്വൽ ടു I0 സൈൻ സ്ക്വയർ ഫൈ ബൈ ഫൈ സ്ക്വയർ ആണ്. അപ്പൊ ഫൈ 0 ആവാം. പിന്നെ സൈനും 0 ആയി കഴിഞ്ഞാൽ ഇത് ഒരു നോട്ട് ഡിഫൈൻഡ് വാല്യൂ ആണ് അല്ലെ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0 ആണ്. സോ യു ഹാവ് ടു അപ്ലൈ എ ലിമിറ്റ് ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ. ലിമിറ്റ് ഫൈ ടെൻസ് ടു 0 സൈൻ സ്ക്വയർ ഫൈ ബൈ ഫൈ സ്ക്വയർ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ലിമിറ്റ് ഫൈ ടെൻസ് ടു 0 സൈൻ ഫൈ ബൈ ഫൈ സ്ക്വയർ വേണമെന്നില്ല. സൈൻ ഫൈ ബൈ ഫൈ. സൈൻ ഫൈ ബൈ ഫൈ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ ഫൈ ബൈ ഫൈ സ്ക്വയർ വിൽ ബി ഓൾസോ ബി 1 ആൻഡ് യു വിൽ ഗെറ്റ് I equal to I0. That is the maximum intensity. So maximum intensity will be when theta equal to 0. Theta 0 ആവുന്ന സമയത്താണ് maximum intensity കിട്ടുക. ഇനി നോക്കാം when theta equal to lambda by a. Theta lambda by a ആവുന്നേരം എന്താ വരുന്നത് നോക്കാം. Theta lambda by a ആവുന്ന സമയത്ത് എന്താ നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? തീറ്റയും തമ്മിലുള്ള 2phi is equal to 2π by lambda a sin theta. അപ്പൊ തീറ്റ സ്മോൾ ആവുന്ന സമയത്ത് സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ 2π by lambda a തീറ്റ എന്ന് വരും. തീറ്റയുടെ വാല്യൂ നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? ലാംഡ ബൈ എ എന്ന് വരുന്നു അല്ലെ. ലാംഡ ബൈ എ ആകുമ്പം ദിസ് വിൽ ബി ഈക്വൽ ടു 2π. അതായത് 2phi is equal to 2π. phi equal to പൈ എന്ന് വരും. ഫൈയുടെ വാല്യൂ പൈ വരും. അപ്പൊ പൈ വരുന്ന സമയത്ത് എന്താ വരിക? ഇവിടെ സൈൻ പൈ ആവുന്ന സമയത്ത് നിങ്ങൾ ഇക്വേഷൻ ഇവിടെ സൈൻ പൈ ബൈ പൈ എന്ന് വരും. സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. സൈൻ 0 ബൈ പൈ എന്ന് വരും. സൈൻ 0 സ്ക്വയർ ബൈ പൈ എന്ന് വരും അല്ലെ. സൈൻ സ്ക്വയർ പൈ ബൈ പൈ സ്ക്വയർ എന്ന് വരും. സൈൻ സ്ക്വയർ പൈ എന്ന് പറയുന്നത് 0 ആണ്. സൈൻ്റെ പൈയിലെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ ടോട്ടൽ ഇന്റൻസിറ്റി വിൽ ബി ഈക്വൽ ടു 0 എന്ന് വരും. I will be equal to 0. ഇനി നെക്സ്റ്റ് യു ഹാവ് ഇതിന്റെ വാല്യൂ നമ്മൾ ലാംഡ ബൈ 3 ലാംഡ ബൈ 2 എന്ന് എടുത്തു. 3 ലാംഡ ബൈ 2 എടുക്കുമ്പോൾ എന്താ വരുന്നത് നോക്കാം. ഓക്കെ, തീറ്റ is equal to ഈ നമ്മൾ പറഞ്ഞ ഈ കാര്യം തീറ്റയുടെ ഏത് വാല്യൂ തീറ്റയുടെ ഇവിടെ ലാംഡ ബൈ എ ആണ് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്തത്. ഈ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. എൻ ലാംഡ ബൈ എ ആണെങ്കിൽ ഇതേപോലെ വരും കേട്ടോ. എൻ ലാംഡ ബൈ എ ആകുമ്പോൾ ഇറ്റ് വിൽ ബി പൈ എൻ വരും. പൈ എന്നിന് ഒരു 1 2 3 കൊടുക്കുന്ന സമയത്തൊക്കെ I will be equal to 0 വരും.
സോ ഈ വാല്യൂ എന്താണ്? Theta equal to n lambda by a corresponds to minimas. This value corresponds to minima. Plus or minus n lambda by a values you will get minimas. അപ്പോൾ അതാണ് നമ്മൾ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ കിട്ടുന്ന ഈ മിനിമാസ്. ഇത് ഫസ്റ്റ് n1 ആകുമ്പോൾ ഉള്ളത്, ഇത് n1 ആകുമ്പോൾ ലാംഡ ബൈ എ, n2 ആവുന്ന സമയത്ത് 2 ലാംഡ ബൈ എ, 3 ആവുന്ന സമയത്ത് 3 ലാംഡ ബൈ എ. ആ സമയത്തൊക്കെ യു വിൽ ഗെറ്റ് മിനിമം. പൈയുടെ വാല്യൂ പൈ വരും, 2π വരും, 3π വരും. ആ സമയത്തൊക്കെ 0 വരും. അപ്പൊ നമുക്കിപ്പോ സെൻട്രൽ മാക്സിമം കിട്ടി, ഫസ്റ്റ് മിനിമ, സെക്കൻഡ് മിനിമ, തേർഡ് മിനിമ കിട്ടി. ഇനി നമ്മൾ ഈ മാക്സിമം വാല്യൂസ് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പൊ അത് കിട്ടുന്നത് when it is എന്താണ് 3 ലാംഡ ബൈ 2 വരുന്നത്, 3 ലാംഡ ബൈ 2a വരുന്ന സമയത്ത്, 3 ലാംഡ ബൈ 2a വരുന്ന സമയത്ത് 5 will be equal to, നമ്മുടെ റിലേഷൻ എങ്ങനെയാണ്? 2π is equal to 2π by ലാംഡ a sin theta. sin theta പകരം തീറ്റ എന്ന് എഴുതാം when theta is small. അപ്പൊ തീറ്റയുടെ വാല്യൂ എന്താ നമ്മളിപ്പോൾ എടുത്തത്? 2π by ലാംഡ a. തീറ്റയുടെ വാല്യൂ ഇപ്പോൾ എടുക്കുന്നത് 3 ലാംഡ ബൈ 2a എന്നാണ്. അപ്പൊ എത്ര വരും? ഇത് കട്ട് ചെയ്ത് പോകും, ഇത് കട്ട് ചെയ്ത് പോകും. സോ യു വിൽ ഗെറ്റ് ഈ 2 നമുക്ക് കളയാം. സോ 5 is equal to എന്ത് വരും? 3π by 2 എന്ന് വരും. 3π by 2 എന്ന് വരും. 3π by 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 3π by 2 divided by 3π by 2 the whole square. ഈ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/22 ആണ് വരിക ഈ വാല്യൂ. 3π by 2 ഇത് 0 ആവും എന്ന സമയത്ത് ഇതിന്റെ വാല്യൂ, ഈ ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന് പറയുന്നത് സിങ്ക് ഫംഗ്ഷൻ എന്നൊക്കെയാണ്, സിങ്ക് ഫംഗ്ഷൻ എന്ന് പറയും. സൈൻ സ്ക്വയർ 5/5² എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/22 ആയിരിക്കും ഇതിന്റെ ഒരു വാല്യൂ. സൈൻ സ്ക്വയർ 3π by 2 by π by 2 square. Okay, 1/22. So you will get intensity I equal to I0 by 22 എന്ന് വരും. അതേപോലെ when theta equal to 5 lambda by 2a. അപ്പൊ 5യുടെ വാല്യൂ 5π by 2 എന്ന് വരും. 5 will be equal to 5π by 2. ആ സമയത്ത് ഇന്റൻസിറ്റി I0 by 1/62 of I0, ഏകദേശം 1/62 അല്ലെങ്കിൽ 61.6 of I0. അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദിസ് ഇന്റൻസിറ്റി ഈസ് ഗ്രാജുവലി ഡിക്രീസിങ്. ഇവിടെ I0 ആണ്, ഇത് I0 ആണ്, ദിസ് ഈസ് I0 by 22 ആണ്, ഇവിടെ I0 by 61.6 ആണ്. ഇത് സെയിം ഇവിടെ I0 by 22, I0 by 61.6. അപ്പൊ ഇന്റൻസിറ്റി ഈസ് ഗ്രാജുവലി ഡിക്രീസ്. അപ്പൊ ഇതിന്റെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ഇതിനെക്കാട്ടും ഇത് കുറവായിട്ട് തന്നെ വരയ്ക്കണം, പിന്നെ ഇതിനെക്കാട്ടും കുറവായിരിക്കും മൂന്നാമത്തേത്. ആ രീതിയിൽ വരച്ചു പോകണം. സോ ദിസ് ഈസ് ദ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2n+1 ലാംഡ ബൈ 2a വി ഗെറ്റ് പൊസിഷൻസ് ഓഫ് സെക്കൻഡറി മാക്സിമ. ഇതിനെ പറയുന്ന പേര് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ. സെക്കൻഡറി മാക്സിമ ആണ് ഇത്. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ, ഇത് സെക്കൻഡ് സെക്കൻഡറി മാക്സിമ, അങ്ങനെ വരും. ഇത് ഫസ്റ്റ് സെക്കൻഡറി മിനിമം, അതുപോലെ സെക്കൻഡ് സെക്കൻഡറി മിനിമം, അങ്ങനെ വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ മാക്സിമ മിനിമാസ് പറയാം. Secondary maxima, when n increases, intensity of the secondary maxima is rapidly decreasing order. n order increase ചെയ്യുന്നതനുസരിച്ചിട്ട് n5 6 ഇപ്പൊ നമ്മൾ 3ന്റെ പറഞ്ഞു, 5ന്റെ പറഞ്ഞു, 7 പിന്നെ 9, അങ്ങനെ n-ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ, സോ അതാണ് ഇവിടെ നമുക്ക് ഈ പാറ്റേൺ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കുക. ഫസ്റ്റ് മിനിമ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും സെൻട്രൽ മാക്സിമത്തിന്റെ width of the central maximum will be the distance between the first minimas. സെൻട്രൽ മാക്സിമ അല്ലെങ്കിൽ പ്രൈമറി മാക്സിമം എന്ന് പറയും, ഇതിനെ സെക്കൻഡറി മാക്സിമാസ് പറയും ബാക്കിയുള്ള മാക്സിമത്തിനൊക്കെ. ഓക്കെ, അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നോക്കാം.
ഇതിൽ ഈ ഫംഗ്ഷൻ്റെ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള sin² 5/5² എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.